മുഖ്യമന്ത്രി ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതിരോധിച്ച് എ.കെ. ആന്റണി സ്വയം രംഗത്തെത്തിയതോടെ വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ. നിയമസഭയിൽ മുഖ്യമന്ത്രി അവസാനം പ്രസംഗിക്കുന്നതിനാലാണ് ഇടപെടാൻ കഴിയാത്തത്. പ്രതിപക്ഷ നേതാവ് എതിർപ്പ് ഉയർത്തിയിരുന്നു എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഇന്ന് നിയമസഭയിൽ. ബിൽ പ്രകാരം ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരം. സംസ്ഥാനത്തിന്റെ നീക്കം കേന്ദ്ര നിയമത്തിന് വിരുദ്ധം. ഗവർണറുടെ അനുമതി കിട്ടുക എളുപ്പമാവില്ല. വോട്ട് ചോരിയിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് രാഹുൽ ഗാന്ധി. അല്പസമയത്തിനകം പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം. വെളിപ്പെടുത്തൽ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ചെന്ന് സൂചന. ഗസയെ കത്തിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. 10,000-കണക്കിന് ആളുകൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു. കരയാക്രമണത്തിന് പുറമെ വ്യോമാക്രമണവും. കൂടുതൽ ഇസ്രായേൽ ടാങ്കറുകൾ ഗാസയിലേക്ക്. ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയെന്ന് ഗാസയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി ഡോക്ടർ എസ് സന്തോഷ് കുമാർ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ല. ഒരു വഴിയുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണെന്നും ഡോക്ടർ സന്തോഷ് ന്യൂസ് 18നോട്. ചികിത്സാ പിഴവ് കാരണമാണ് IAS ഉദ്യോഗസ്ഥനായിരുന്ന M. നന്ദകുമാർ മരിച്ചതെന്ന ആരോപണവുമായി കുടുംബം. ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചിട്ടും ബോധപൂർവം മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചെന്ന ആരോപണം. നീതിക്ക് വേണ്ടി നിയമപോരാട്ടം തുടരുമെന്ന് നന്ദകുമാറിന്റെ മക്കൾ ന്യൂസ് 18നോട്. പോളണ്ടിൽ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിനെ ഇന്ത്യയിലേക്ക് മാറ്റാൻ സർക്കാർ സഹായം തേടി കുടുംബം. ഇരട്ടക്കൊലക്കേസിൽ 7 വർഷമായി ജയിലിൽ കഴിയുന്നത് പള്ളുരുത്തി സ്വദേശി ജേക്കബ് നെൽസൺ. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ ഇന്ത്യക്ക് കൈമാറാമെന്ന് പോളണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനി തൂങ്ങി മരിച്ച നിലയിൽ. പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിനെയാണ് ക്യാമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് ആനന്ദ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തലസ്ഥാനത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. പേട്ടയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ്, ഹരി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുലർച്ചെ 5-ന് ക്ഷേത്ര നട തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിനെത്തിയത്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് 16 വയസ്സുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് കിണാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫിനെ. അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച് അമേരിക്കൻ ഫെഡറൽ റിസർവ്. തീരുമാനം തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനെന്ന് ഫെഡ് ചെയർമാൻ. ഈ വർഷത്തെ ആദ്യ ഇളവിൽ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ വരുന്നു. UAE-ക്കെതിരായ മത്സരത്തിൽ ജയിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ 4-ൽ. അവസാന നിമിഷവും ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാക് ക്രിക്കറ്റ് ബോർഡിന് ICCയുടെ ശാസന. UAE-ക്കെതിരായ മത്സരത്തിൽ പൈക്രോഫ് തന്നെ റഫറിയായി.